മലയാള സിനിമാ ലോകത്ത് ബഹുമാന്യ സ്ഥാനമാണ് നടി ഷീലയ്ക്കുള്ളത്. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടിയായിരുന്നു ഷീല. കള്ളിച്ചെല്ലമ്മ, ചെമ്മീൻ തുടങ്ങി ശ്രദ്ധേയമായ ഒട്ടനവധി സിനിമകളുടെ ഭാഗമാകാൻ ഷീലയ്ക്ക് കഴിഞ്ഞു. കരിയറിനപ്പുറം ഷീലയുടെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഷീലയുടെ വിവാഹ ജീവിതം ഒരു കാലങ്ങളിൽ ഇടം നേടിയിരുന്നു. ഷീലയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ഷീലയുടെ ജീവിതത്തിലുണ്ടായ 2 വിവാഹങ്ങളെ ശാന്തിവിള ദിനേശ് തൻ്റെ ഈ ചാനലിൽ സംസാരിച്ചത്. 1971 സത്യൻമാഷ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത സിനിമകളിൽ പകരം നായകനാകാനാണ് ഈ നടൻ കേരളത്തിലേക്ക് എത്തിയത്. ആ നടനാണ് രവിചന്ദ്രൻ. ക്രമേണ ഷീലയുടെ പരിചയക്കാരനായി രവിചന്ദ്രൻ മാറി. ആ കാലത്ത് ഇങ്ങനെ ഒരു പരിചയം വരാൻ കാരണമുണ്ടെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. നസീർ സാറുമായി പിണങ്ങി ജീവിക്കുന്ന കാലമാണ്. ഇനി ഒരിക്കലും പ്രേം നസീറിൻ്റെ കൂടെ അഭിനയിക്കില്ലെന്ന് കട്ടായം പറഞ്ഞ് മാറി നിൽക്കുന്നു. 1971 രവിചന്ദ്രനെ ഷീലാമ്മ വിവാഹം ചെയ്തു. പരിചയപ്പെടുന്നവർ ആരും രവിചന്ദ്രനെ മറക്കില്ല. ഷീലയ്ക്ക് ഒരു മകൻ പിറന്നു. മുരളി രാജ് സതീഷ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. രവിചന്ദ്രൻ കുടിയനാണ്, സാഡിസ്റ്റാണ്, കുട്ടികളുമുള്ള ആളാണ് തുടങ്ങി ഒട്ടേറെ വാർത്തകൾ അക്കാലത്ത് ഷീലാമ്മയുടെ എതിർ ഗ്രൂപ്പിലുള്ളവർ പല പത്രങ്ങളിലൂടെയും പുറത്തുവിട്ടു. അത് കണ്ട ഷീലാമ്മയുടെ എതിരാളികൾ അർമാദിച്ചെന്നും ശാന്തിവിള ദിനേശ് ഓർത്തു.